ഗാസയിൽ നെതന്യാഹുവിന്റെ ലക്ഷ്യം എന്താണ്? ഗാസ പിടിച്ചടക്കി അവിടെ സിവിലിയൻ ഭരണം നടപ്പിലാക്കുകയാണോ അതോ ഹമാസിനെ കീഴ്പ്പെടുത്തി അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണോ എന്നതിലും ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഇതോടെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ആളുകളെ വിട്ടുകിട്ടാത്തതിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ. ഗാസയിലെ മുക്കാൽ ഭാഗവും ഇസ്രയേൽ കൈപ്പിടിയിൽ ആണെങ്കിൽ പോലും ഇപ്പോഴും ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ കൂടുതൽ കരുത്തോടെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ആയതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഗാസയിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ നോക്കുന്ന ഇസ്രയേൽ മറ്റൊരു കെണിയിലേക്കാണോ വന്നു വീഴുന്നതെന്നും ചോദ്യങ്ങൾ ഉയരുന്നു. ഗാസ പിടിച്ചെടുക്കുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതി എന്തെന്നതിൽ ഇതുവരെയും ഒരു സൂചനയും പുറത്തു വന്നിട്ടില്ല. നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ ബന്ദികളുടെ കുടുംബം അടുത്ത ഞായറാഴ്ചയാണ്, അതായത് വരുന്ന ഞായറാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം നടത്താനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ നീക്കത്തിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടക്കുമോ എന്നതും എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. പൂർണ്ണ സൈനിക നീക്കത്തിലൂടെ ഹമാസിനെ പുറത്താക്കി ഭരണമാറ്റത്തിനും ഹമാസിന് പകരം സിവിലിയൻ ഭരണകൂടവുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് നിലപാടുകൾ പുറത്തുവരുന്നത്. ആ ഫലത്തിൽ അത് ഗാസ പിടിച്ചെടുക്കാൻ തന്നെ ആകുമെന്നും പറയപ്പെടുന്നു. പക്ഷേ ഗാസയിലേക്ക് കടന്നു കയറുന്നത് ആ ഒരു കെണിയിൽ ചെന്ന് വീഴുന്നതിന് തുല്യമാണോ എന്നതും വലിയൊരു പ്രതിഷേധം ഉൾപ്പെടെ വരുന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സൈനിക നീക്കത്തിലൂടെ തന്നെ ബന്ദി മോചനവും ഭരണമാറ്റവും ഒക്കെ തന്നെ നടപ്പാക്കണമെങ്കിൽ മാസങ്ങൾ നീളുന്ന ഒരു നടപടിക്രമത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഗാസയുടെ സമ്പൂർണ്ണ തകർച്ചയായിരിക്കും ഇതിന്റെ ഫലമെന്നതാണ് മറ്റൊരു വസ്തുത. അതോ ഇത് ഹമാസിനെതിരെയുള്ള സമ്മർദ്ദ തന്ത്രമാണോ എന്നതും വ്യക്തമായിട്ടില്ല. ഹമാസ് ആയുധം താഴെ വെച്ചുകൊണ്ട് ഭരണം വിട്ടൊഴിയാൻ തയ്യാറാവാത്തിടത്തോളം കാലം ഈ ചർച്ചകൾക്ക് അതൊരു പ്രധാന തടസ്സമായി തന്നെ നിഴലിക്കും എന്നതാണ് മറ്റൊരു കാര്യം. ഇസ്രയേൽ പിന്മാറാതെ തന്നെ ഇത് സാധ്യമാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹമാസ് ഉറച്ചു നിൽക്കുന്നതും. ഇസ്രയേൽ നീക്കത്തിനെതിരെ വളരെ ശക്തമായി തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ OIC അടക്കം ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഹമാസ് തടവിലാക്കപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഗാസ പിടിച്ചെടുക്കുന്നതിൽ എതിരായി തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് വരുന്ന ഞായറാഴ്ച രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം ഇപ്പോൾ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നതും. അതേപോലെ തന്നെ ഗാസ കീഴടക്കാനുള്ള സൈനിക പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയും നീക്കത്തെ ന്യായീകരിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വരികയും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഹമാസിനെ പരാജയപ്പെടുത്താൻ മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. ഇപ്പോൾ തന്നെ ഗാസയുടെ 75% ഇസ്രയേൽ നിയന്ത്രണത്തിലാണുള്ളത്. അപ്പോഴും ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ ബാക്കിയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ഗാസ കീഴടക്കാനുള്ള സൈനിക പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയതും നീക്കത്തെ ന്യായീകരിച്ചും കൊണ്ട് അതായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഗാസ കീഴടക്കാനുള്ള സൈനിക പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയും നീക്കത്തെ ന്യായീകരിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംസാരിക്കുകയും ചെയ്തു. ഹമാസിനെ പരാജയപ്പെടുത്താൻ മറ്റൊരു മാർഗവുമില്ല എന്നാണ് വാദം ഉന്നയിക്കുന്നത്. ഇപ്പോൾ തന്നെ ഗാസയുടെ 75% ഇസ്രായേൽ നിയന്ത്രണത്തിലാണുള്ളത്. അപ്പോഴും ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ ബാക്കിയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ബാക്കി കൂടി പിടിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ഒരുക്കം നടത്തുന്നതും. പദ്ധതി തയ്യാറാണ് എന്നതാണ് നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൈനിക നടപടിക്ക് മുൻപായി തന്നെ സുരക്ഷാ മേഖലയിൽ പ്രത്യേകം കാര്യങ്ങൾ നിശ്ചയിക്കുമെന്നും സിവിലിയന്മാർക്കായി പ്രത്യേകം സുരക്ഷാ മേഖലയിൽ ഭക്ഷണവും വെള്ളവും ചികിത്സയും നൽകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ഹമാസിനെ പരാജയപ്പെടുത്തിയും പുതിയ സിവിലിയൻ ഭരണകൂടം കൊണ്ടുവരികയും ചെയ്യുക എന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇവർ എത്താൻ ശ്രമം നടത്തുന്നത്. ബന്ദികളെ മോചിപ്പിക്കുകയും ഗാസയിൽ തന്നെ തുടരാൻ ഉദ്ദേശമില്ല എന്നും ഇവർ വിശദീകരണം നൽകി. യുദ്ധം അവസാനിപ്പിക്കാൻ ഇതാണ് ഏറ്റവും ഉചിതമായ വഴിയെന്നാണ് ഇസ്രായേൽ ന്യായീകരണം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ. ഗാസയിലെ പട്ടിണിയുടെ പേരിൽ ലോകത്തിലെ മുന്നോട്ട് ഒറ്റപ്പെട്ട ഇസ്രായേൽ ഗാസയിലേക്ക് വിദേശ മാധ്യമങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. UK, കാനഡ, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങൾ ഇസ്രായേൽ നീക്കത്തോട് ഇതുവരെ എതിർപ്പ് ആവർത്തിച്ചുറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ OICയുടെ നീക്കത്തെ അപലപിക്കുകയും ഗാസയിൽ ദാരുണമായ കാഴ്ചകൾ തുടരുകയാണ് എന്നും സഹായത്തിന് അവിടെ ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കാനും എന്നാൽ കൂടുതലായും അപകടങ്ങളിലേക്കും മരണങ്ങളിലേക്കും ചില കാര്യങ്ങൾ നയിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്നു. പുതിയ നീക്കത്തിനെതിരെ ഇസ്രായേൽ എങ്ങും പ്രതിഷേധം തുടരുകയാണ്. ഗാസ പിടിക്കാൻ വേണ്ടി തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ചില ആളുകൾ മുന്നോട്ട് വരികയും അത് അവരെ കൂടുതൽ അതായത് നെതന്യാഹു സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.
മാത്രമല്ല നേരത്തെ വെടിനിർത്തലിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ച മന്ത്രിമാരായിരുന്നു ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ നിന്നും അവർ നയിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.